ഹായ്, നമസ്കാരം. നമ്മുടെ ജീവിത ജോലിയുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം ആണോ അല്ലേ? ഒരു കോംപ്രമൈസും അതിന് ചെയ്യാൻ പാടില്ല. ഒരുപാട് പഠിച്ചിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. കാരണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ആ ഒരു ജോലിയിലൂടെ, നമ്മുടെ കരിയറിലൂടെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്കാണ് നമ്മൾ ചുവട് മാറ്റുന്നതെങ്കിൽ, നമ്മുടെ കരിയർ മാറ്റുന്നതെങ്കിൽ, അവിടെ ജോബ് സേഫ് ആണോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6 റീസൺസ് ആണ് നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ 3 റീസണെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആണെങ്കിൽ, ഹോസ്പിറ്റൽ റിലേറ്റഡ് ജോബ് ആണെങ്കിൽ, ഒരു സംശയവും വേണ്ട, ഏറ്റവും കൂടുതൽ നാളെ കരിയർ ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്ന, ജോബ് സെക്യൂർഡായി മാറുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. റീസൺ നമുക്ക് നോക്കാം. ഒന്നാമത്തെ റീസൺ എന്താണെന്ന് പറയുകയാണെങ്കിൽ, 6 റീസൺ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് എന്താണ്? ഇത് ഹൈ ഡിമാൻഡ് ആണ്. ഇപ്പം നമ്മളൊരു കോഴ്സ് പഠിച്ചു, അപ്പോൾ നിങ്ങളുടെ +2 കഴിഞ്ഞു, നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞു, നിങ്ങൾ ഈ ഒരു മേഖലയ്ക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ മേഖലയ്ക്ക് ഡിമാൻഡ് ഉണ്ടാവണം. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ 10-20 വർഷം മുന്നേ നമ്മുടെ ഒരു STD ബൂത്ത്, ചെറുപ്പത്തിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ മുന്നത്തെ ജനറേഷന് ആ STD ബൂത്ത് അന്ന് ഡിമാൻഡായിരുന്നു. പക്ഷെ ഇന്ന് എന്താണ് സ്ഥിതി? ഇന്ന് ആരെങ്കിലും STD ബൂത്ത് തുടങ്ങുന്നത്? അത് അങ്ങനെയാണ് ഡിമാൻഡിനെ നമ്മൾ നോക്കേണ്ടത്. കാലഘട്ടത്തിൽ, ഓരോ കാലഘട്ടത്തിലും അത് ഡിമാൻഡ് ഉണ്ടാവണം. ഫ്യൂച്ചറിലും ഡിമാൻഡ് ഉണ്ടാവുന്ന ഇൻഡസ്ട്രിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നോക്കി നോക്കും. നമ്മുടെ എന്തുകൊണ്ട് വളരുന്നു എന്ന് പറയുകയാണെങ്കിൽ, എന്തുകൊണ്ട് ഡിമാൻഡ് ഉണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ, ഏജിങ്. നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല ഏജിങ്. ഓരോ ദിവസം കൂടുന്തോറും ഞാനും നിങ്ങളും ഒക്കെ എന്ത് ചെയ്യാണ്? ഏജിങ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏജിങ് കൂടുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും അസുഖങ്ങൾ വരും. അസുഖങ്ങൾ വരുമ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അവിടെ നിർബന്ധമായിട്ടും വേണം. നമ്മുടെ കൺട്രോളിലല്ല ഏജിങ്. രണ്ടാമത്തത് പോപ്പുലേഷൻ. ഓരോ ദിവസവും പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ രാജ്യങ്ങൾ നമ്മൾ നോക്കി നോക്കുക, നമ്മുടെ കൺട്രോളിലാണോ? പോപ്പുലേഷൻ കൂടുമ്പോഴും ഇതുപോലെ നമ്മൾക്ക് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നിർബന്ധിതമായിട്ട് വരികയാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ അസുഖങ്ങളാണ് വരുന്നത്. 2-3 വർഷം മുന്നേ നമ്മൾ കണ്ടു കോവിഡ് പോലത്തെ കേസുകൾ. അപ്പോൾ ഏത് അസുഖം വരുമ്പോഴും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അവിടെ വേണം, ഹോസ്പിറ്റൽ അവിടെ വേണം. അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ കെയർ ആവശ്യമായിട്ടുള്ള ഒരുപാട് സർവീസുകൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു ക്യാൻസർ വന്നു, അതല്ലെങ്കിൽ ഒരു ക്രോണിക് ഡിസീസസ് വന്നു, നമ്മളെ നീഡാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഒരു ഹോസ്പിറ്റൽ അവിടെ നിൽക്കുക. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വേണമെന്നുള്ളത്. അതുപോലെ തന്നെ അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജി. ലോകത്തിൽ ടെക്നോളജികൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്ഡേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മേജർ അപ്ഡേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ടെക്നോളജി മാറുന്നത് കൂട്ടത്തിൽ തന്നെ നമ്മളെ ഡിമാൻഡും ഓരോ ദിവസവും കൂടി വരികയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റീസൺ, ഹൈ ഡിമാൻഡ്. അപ്പോൾ വീണ്ടും പറയുന്നു, ഓരോ ദിവസവും നമ്മുടെ ഡിമാൻഡ് കൂടി വരികയാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു കുട്ടി എന്ത് ചെയ്തു? ഇത് സെലക്ട് ചെയ്തു. ഏതാണ്? ഹോസ്പിറ്റൽ മേഖല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോബ് സെക്യൂർഡ് ആവണം. വേണോ വേണ്ടേ? ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 4 വർഷം മുന്നേ കോവിഡ് വന്നു. എത്ര പേരുടെ ജോലി നഷ്ടപ്പെട്ടു? അമേരിക്കയിൽ വലിയൊരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു റിസഷൻ സംഭവിച്ചു. എത്ര ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു? എത്ര പേര് ആത്മഹത്യ ചെയ്തു? അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം, ഒരു റിസഷൻ എപ്പോൾ വേണമെങ്കിലും വരാം, അതല്ലെങ്കിൽ കോവിഡ് പോലുള്ള പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം, വെള്ളപ്പൊക്കമോ ഭൂകമ്പമോ പോലുള്ള കലാമിറ്റീസ് നമുക്ക് വരാം. ഈ സാഹചര്യത്തിൽ നമ്മുടെ ജോബ്, ഇത്രയും കാലം നമ്മൾ പഠിച്ച് നേടിയ, നമ്മൾ ഉറക്കമൊഴിച്ച് നേടിയ നമ്മുടെ ജോബ് നഷ്ടപ്പെടുന്നുണ്ടോ? അതിൻ്റെ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ സേഫ്റ്റി വരുന്നത്. ഈ സാഹചര്യം നിങ്ങൾ നോക്കിയൊക്കെ, കോവിഡ് വന്നോട്ടെ, എന്ത് സംഭവിച്ചാലും ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ഇൻഡസ്ട്രി. പറയാനുള്ള കാരണം, കോവിഡ് വന്നപ്പോൾ ഷോറൂമുകൾ അടച്ചിട്ടു, കോവിഡ് വന്നപ്പോൾ ടെക്സ്റ്റൈൽസുകൾ അടച്ചിട്ടു. ഏതെങ്കിലും ഒരു കോവിഡ് സമയത്ത് ഒരു ഹോസ്പിറ്റൽ അടയ്ക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ഇൻഡസ്ട്രി. വെള്ളപ്പൊക്കം വന്നു, ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയെ നമുക്ക് അടച്ചിടാൻ പറ്റില്ല. ഇത് 24 hour ഓപ്പൺ ആവണം. ഇത് നമ്മുടെ സെക്യൂരിറ്റിയാണ്. നമ്മൾ അതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോബ് സെക്യൂർഡ് ആണത്. ഇനി രണ്ടാമത്തെ എന്താണ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സെക്ടറിൽ എത്ര സെക്ടറുകൾ ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഡേ ബൈ ഡേ ഇറ്റ് ഈസ് ഗ്രോയിങ്. സോ ജോബ് സെക്യൂർഡ് ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജോബാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് നോക്കി നോക്കിയാൽ കരിയർ ഗ്രോത്ത്. ആസ് എ സ്റ്റുഡൻറ്റ്
അതല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ന ലെവലിൽ നോക്കുമ്പോൾ ഒരു മേഖലയിൽ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഒരേ സ്ഥലത്ത് ഒരുപാട് കാലം ഇരിക്കുന്നതിന് പകരം നമുക്ക് കരിയർ ഗ്രോത്ത് എടുക്കാൻ പറ്റണം, നമുക്ക് പ്രൊമോഷൻസ് എടുക്കാൻ പറ്റണം. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഹോസ്പിറ്റൽ ജോബിൽ നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കരിയർ ഗ്രോത്തിന് ഇവിടെ വൈഡ് റേഞ്ച് ഓഫ് കരിയർ പാത്സ് ആണ്. നമുക്കൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് പ്രൊമോഷൻസ് ആണ്. ഒരു ട്രെയിനിങ് മേഖലയിൽ നിന്ന് കയറിയിട്ട് ഒരുപാട് നമ്മുടെ സ്കില്ലും അതുപോലെ തന്നെ നമ്മുടെ നോളജൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു വർക്കിൻ്റെ സിൻസിയറിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കരിയർ ഗ്രോത്ത് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇൻഡസ്ട്രിയാണ് ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് പറയുകയാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ. നമ്മൾ നോക്കി നോക്കൂ, ഡോക്ടേഴ്സ് MBBS കഴിഞ്ഞാൽ ന്യൂറോളജി കാർഡിയോളജിയിലേക്ക് പോകുന്നു. ഞാൻ നേഴ്സായിരുന്നു. നേഴ്സിംഗ് കഴിഞ്ഞാൽ നമുക്കത് കാഷ്വാലിറ്റി നേഴ്സായിട്ട് മാറാം, എമർജൻസി സർവീസിലേക്ക് മാറാം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറാം, ICU സർവീസിലേക്ക് മാറാം. ഇങ്ങനെ വൈഡ് റേഞ്ച് ആണ്. അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയറിലാകുമ്പോൾ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഡോക്ടേഴ്സിന് മാത്രമല്ല ഒരുപാട് സ്പെഷ്യലൈസേഷൻ നമുക്കതിൽ എടുക്കാനും പറ്റും. കൂടാതെ തന്നെ സർട്ടിഫിക്കേഷൻ. ഇപ്പോൾ ഒരു നേഴ്സാണെങ്കിൽ ഞാൻ എടുത്ത സർട്ടിഫിക്കേഷനാണ് IELTS BLS അല്ലെങ്കിൽ ACLS BLS പോലുള്ള സർട്ടിഫിക്കേഷൻസ്. ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോകണം, നമുക്ക് സർട്ടിഫിക്കേഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ്, ഗ്ലോബലി നമുക്ക് പോകാനുള്ള അവസരം. കേരളത്തിൽ മാത്രമല്ലല്ലോ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്, ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഹോസ്പിറ്റലുകളുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കില്ല് ഡേ ബൈ ഡേ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നുകൊണ്ട് അമേരിക്കയിൽ വരെ പോയി ജോലി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, കരിയർ ഗ്രോത്ത് നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. സോ തീർച്ചയായിട്ടും നമ്മൾ സീരിയസ് ആയി ചിന്തിക്കുക. നല്ല സ്പെഷ്യലൈസേഷൻ, നല്ല സർട്ടിഫിക്കേഷൻ, വൈഡ് റേഞ്ച് ഓഫ് കരിയർ പാത്സ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഇന്ന് നമ്മൾ 3 കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ അടുത്തൊരു 3 റീസൺ കൂടെ പറയും. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. എന്തൊക്കെയായിരുന്നു ആ 3 റീസൺ? ഹോസ്പിറ്റൽ ജോബ് സേഫ് ആണെന്ന് പറയാനുള്ള 3 റീസൺ. ഒന്നാമത്തത്, ഇറ്റ്സ് എ ഹൈ ഡിമാൻഡഡ് ജോബാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ജോബ് സെക്യൂർഡ് ആണ്. മൂന്നാമത്തെ ഒരു കാര്യം, കരിയർ ഗ്രോത്ത് എടുക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി. നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയിൽ നമ്മുടെ എയറോൺ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പഠിക്കാം. അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താൽക്കാലികമായി വിട പറയുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സൈനിങ് ഓഫ്, ദീപക് VV.